നമസ്കാരം. നമുക്ക് പാലക്കാടേക്ക് ഒന്നും കൂടി തിരിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നുള്ള വിവരങ്ങളാണ് ഓരോ ദിവസവും അവിടെ നിന്ന് വരുന്നത്. ശോഭാ സുരേന്ദ്രൻ അവിടെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു എന്നുള്ള വിവരം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ്, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ പറ്റി സംസാരിക്കുമ്പോഴെല്ലാം ആദ്യം കടന്നു വരുന്ന പേരുകളിലൊന്നാണ് ശോഭാ സുരേന്ദ്രൻ. BJP ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആദ്യം കടന്നു വരുന്ന പേരുകളിലൊന്ന് ശോഭാ സുരേന്ദ്രൻ്റെയാണ്. അല്ല, കഴിഞ്ഞ തവണ വരെ പാർട്ടി അവരുടെ ചിറ്റമ്മ നയം രൂപീകരിച്ചിരുന്നു. ഒരു സ്ഥലത്ത് നിർത്തി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നിർത്താറില്ല. കഴിഞ്ഞ തവണ അവസാനം ആലപ്പുഴയിലാണ് നിർത്തിയത്. ശരിക്കും ആലപ്പുഴയിൽ അവർ കായംകുളവും അതേപോലെ ഹരിപ്പാടും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് ഈവൻ രമേശ് ചെന്നിത്തലയ്ക്കടക്കം ഭീഷണിയായി മാറും എന്നുള്ളതൊക്കെ ആയിരുന്നു കരുതിയിരുന്നത്. കായംകുളം ഇവരെന്ത് ചെയ്തു, BJPയിലെ നേതാക്കന്മാർ ഇടപെട്ടിട്ട് ഇവരോട് പറഞ്ഞു അത് ചോദിക്കാൻ, ആരോട്, BDJസിനോട് ചോദിക്കാൻ പറഞ്ഞു. തുഷാർ വെള്ളപ്പള്ളി പറഞ്ഞു ആ സീറ്റില്ല, ശരിയാവില്ല പറഞ്ഞപ്പം അവിടുന്ന് മാറ്റേണ്ടി വന്നു. പിന്നെ ഹരിപ്പാടായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇതിനിടയിലാണ് കേന്ദ്ര നേതൃത്വത്തിന് ബുദ്ധി ഉദിച്ചത്. നേരത്തെ പാലക്കാട് 40,000 വോട്ട് വരെ പിടിച്ച ഒരാളാണ് ആര്, BJP രണ്ടാം സ്ഥാനത്ത് കൊണ്ടുവന്നവരാ ശോഭാ സുരേന്ദ്രൻ. അതായത് 22,000 വോട്ട് 2011 പിടിച്ച സ്ഥലത്താണ്, രാജഗോപാൽ പിടിച്ച സ്ഥലത്താണ് 2016 ശോഭാ സുരേന്ദ്രൻ 40,000 വോട്ടാക്കി മാറ്റിയത്. ഇതൊരു വലിയൊരു, അവിടെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അവർ സംഭവിപ്പിച്ചത്. എവിടെ നിന്നാലും അവരതെങ്ങനെയാണ് ഉണ്ടാവുന്നത്. അല്ല, അതുവരെ BJP വളരെ മോശം 3ാം സ്ഥാനത്ത് നിന്നിരുന്നതാണ്. അവിടുന്നാണ് CPM-നെ മറികടന്നുകൊണ്ട് ഇവർ 2ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. നല്ലവണ്ണം വോട്ട് പിടിച്ചു. ഇപ്പം അവരുടെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്ഥാനാർത്ഥി ഒന്ന് പിഷാരടി, നല്ല സ്ഥാനാർത്ഥി തന്നെയാണ്. പിഷാരടീനെ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റുന്ന ആളല്ല. അദ്ദേഹം പാരഡി ഇതൊക്കെ തമാശ പറയുന്ന ഒരാളാണെങ്കിലും നല്ല അഭിനേതാവാണെങ്കിലും പക്ഷെ സാമൂഹ്യ ബോധമുള്ള ആളാണെങ്കിലും അദ്ദേഹം ബോധമുള്ള ആളാണ് അയാൾ. അതൊക്കെ ആണെങ്കിലും അദ്ദേഹം കൃത്യമായൊരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയായിട്ട് നമുക്ക് വിലയിരുത്താം. അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ ദിവസം കൊണ്ട് അദ്ദേഹത്തിന് അവിടെ ഇടിച്ചു കയറാൻ പറ്റിയിട്ടുള്ളത് സത്യമാണ്. പക്ഷെ വേറെ CPM-ന്റെ കാര്യത്തിലാണ് കൃത്യമായിട്ട് ഇവർ അടവ് നയം പ്രയോഗിച്ച ഒരു കാര്യം അവിടെ ഉണ്ടായിരിക്കുന്നത്. CPM ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത, അവിടെ SDPI ബന്ധമുണ്ടെന്ന ആരോപണമല്ല, എനിക്കറിയില്ല, കേട്ട ആരോപണമുള്ളൂ. ഒരു റസാഖിനെ അവിടെ ഹോട്ടൽ ബിസിനസ്സുകാരനായ കോടീശ്വരനായ റസാഖിനെ കൊണ്ട് അപ്പൊ ന്യൂനപക്ഷ വോട്ട് 48,000 വോട്ട് അവിടെ ഉണ്ട്. അത് ഭിന്നിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് വിജയം ഉണ്ടാവുന്നത്? BJPക്ക് വിജയം ഉണ്ടാവും എന്നുള്ളതാണ് ഉദ്ദേശത്തിലാണ്. കാരണം ഈ ഡീലിന്റെ ഭാഗമായിരിക്കാം. പക്ഷെ ഈ ഡീലൊന്നും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശോഭാ സുരേന്ദ്രൻ അവിടെ സാധാരണ സ്ത്രീകളടക്കം മുന്നിട്ടിറങ്ങി വോട്ട് ചെയ്യുന്നുള്ളൊരവസ്ഥയിലാണ് പാലക്കാട് പോകുന്നത്. ശോഭാ സുരേന്ദ്രൻ അതെ, 40,000 വോട്ട് അവിടെ 43,000 വോട്ട് നമുക്ക് കൂട്ടാം. കഴിഞ്ഞ ശേഷം ശ്രീധരൻ 50,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. ആ 50,000 വോട്ട് കിട്ടണം എന്നില്ല. പക്ഷെ 43,000 എന്ന് പറയുന്നൊരു മാർജിനാണ് അവരെ. ഈ 43,000 വോട്ട് നമ്മൾ അങ്ങോട്ട് കണക്കൂട്ടി കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 5,000 വോട്ടിന്റെ ഭൂരിപക്ഷമേ UDF-നുള്ളൂ. ഈ 5,000 വോട്ടിന്റെ ഭൂരിപക്ഷം നമ്മൾ കണക്കൂട്ടായിരുന്നു. അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടം 18,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അസംബ്ലിയിൽ. അത് രാഹുൽ മാങ്കൂട്ടമായതുകൊണ്ടാണ്. ഇവിടെ ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ടാണ് നമ്മുടെ ഡിസ്കഷൻ മാറിപ്പോകുന്നത്. അവിടെ നമ്മൾ ഒരു സർവേയും കൂടെ നടത്തിയ സമയത്ത് കൃത്യമായി മനസ്സിലായിട്ടുള്ളത് ഒരു ട്രെൻഡാണ് ശോഭാ സുരേന്ദ്രൻ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ സ്വന്തമായിട്ട് ഒരു 15,000-20,000 വോട്ട് സ്വന്തമായി പിടിച്ചാൽ അത്ഭുതപ്പെടേണ്ടില്ല. 53,000 നിന്ന് 63,000 വോട്ട് വരെ അവർക്ക് പിടിക്കാൻ സാധ്യത. അവർക്ക് അനുകൂലമായ വേറൊരു ഘടകം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവൃത്തി നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിലൊരു അതൃപ്തി കുറേ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ ഇതിനെ ഒരു അന്ത്യം കുറിക്കണമെങ്കിൽ ഈ ഒരു മാർഗത്തിലേക്ക് പോകുന്നുണ്ട്. അവർക്ക് CPM-ന് വോട്ട് ചെയ്യാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കത്തുള്ള വിരോധമുള്ള നല്ലൊരു ശതമാനം ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ശോഭേച്ചിക്ക് വോട്ട് ചെയ്യാന്ന്. ഒരു വാക്ക് അവിടെ നമ്മൾ ശോഭാ സുരേന്ദ്രൻ എന്നല്ല, ശോഭേച്ചി എന്നുള്ള വാക്കാണ് എല്ലാവരും മുതിർന്ന സ്ത്രീകൾ, വയസ്സായ സ്ത്രീകൾ ശോഭേച്ചി എന്നൊരു ബഹുമാനത്തോട് കൂടിയിട്ട് വിളിക്കുന്ന പേരാണ്. VSHO എന്ന് നമ്മൾ വിളിക്കും, VS വിളിക്കുന്ന എന്താ, അത് നമ്മുടെ ഒരു ബഹുമാനമാണ്. അതേപോലെ ശോഭേച്ചിക്കാണ് ഞങ്ങൾ വോട്ട് എന്ന് അവിടെ സ്ത്രീകൾ, മുതിർന്ന സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു 10-40 പല സ്ഥലങ്ങളിലായി പല ആളുകളെയും ജാതി മതത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ പോയി കണ്ടിട്ടുണ്ട്. ആ 40 പേരിൽ മിനിമം ഒരു 25-28 പേരും ശോഭാ സുരേന്ദ്രൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ട്രെൻഡായിട്ട് നമുക്ക് കണക്കൂട്ടാം. പല ഭാഗങ്ങളിൽ പല ജാതിയിൽ മതങ്ങളിൽപ്പെട്ട ആൾക്കാർ, രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആൾക്കാർ, അതൊരു രാഷ്ട്രീയത്തിനുപരിയായിട്ടുള്ള വോട്ടാണ് ശോഭാ സുരേന്ദ്രന് പാലക്കാട് കിട്ടാൻ പോണത്. BJPയുടെ മാത്രം വോട്ടല്ല.
അത് CPM എന്നുണ്ട്, കോൺഗ്രസ് എന്നുണ്ട്, ലീഗ് എന്നുണ്ട്, മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ ഉണ്ട്. CPIൻ്റെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഇവർക്കാണ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ അവർക്ക് ഒരു ഒന്നിനും കൊള്ളാത്ത രാഷ്ട്രീയമൊന്നും ഇല്ലാത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നവർ അവിടെ രാഷ്ട്രീയ മത്സരമാണ് നടക്കുന്നത്. ഇവിടെ പണ്ട് തൃക്കാക്കര ഡോക്ടർ ജോയെ നിർത്തിയ പോലെ അണികൾ മുഴുവൻ നിർത്തും. പാർട്ടിക്കാരും ഈ അരുൺകുമാറിനെ മാറ്റിയിട്ടാണ് ജോയെ ഇവിടെ നിർത്തുന്നത്. അണികൾ CPMൻ്റെ അണികൾ തന്നെയാണ് എതിർക്കുന്നത്. ഞങ്ങളിവിടെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ CPMൻ്റെ സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥികൾ ഉള്ള സ്ഥലമാണ് പാലക്കാടിൻ്റെ പഴയ പാരമ്പര്യമാണ് CPM പാരമ്പര്യം. ആ പാരമ്പര്യം ഉള്ള സ്ഥലത്താണ് ഇവർ റസാഖ് എന്നുള്ളത് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതെന്തിനാന്ന് സാർ പറഞ്ഞ ആ ഒറ്റ കാര്യം, എങ്ങനെയെങ്കിലും 10 മുസ്ലിം വോട്ടുകൾ കിട്ടാതിരിക്കുക, കോൺഗ്രസിൻ്റെ വോട്ടുകൾ കുറയ്ക്കാൻ, UDFൻ്റെ വോട്ട് കുറയ്ക്കാൻ പറ്റുമോ എന്നൊരു ശ്രമം അവർ നടത്തുന്നത്. അത്രേ ഉള്ളൂ. അത്ര മണ്ടന്മാരെല്ലാം മുസ്ലിങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അല്ല, അവിടുത്തെ ഇന്നത്തെ സിറ്റുവേഷൻ നരേന്ദ്രമോദി ഇന്ന് വരികയാണ്. ഇപ്പം നരേന്ദ്രമോദി വന്നിട്ടുണ്ടാവും. നരേന്ദ്രമോദിയും കൂടെ വരുമ്പോൾ ആ ട്രെൻഡ് പൂർത്തിയാവാൻ സാധ്യതയുണ്ട്. കാരണം ശോഭാ സുരേന്ദ്രൻ ഒരു പ്രധാനപ്പെട്ട പ്രസ്റ്റീജ് സീറ്റായിട്ട് നരേന്ദ്രമോദി കണ്ടു എന്നുള്ളതാണ്. പോകുന്നില്ല. മഞ്ചേശ്വരത്ത് അവിടെ എന്തായാലും അദ്ദേഹം തോൽക്കുന്നുള്ള സ്ഥിതിയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് ശോഭാ സുരേന്ദ്രൻ ഇത്രയും നശിപ്പിച്ചിട്ടുള്ള 2-3 നേതാക്കന്മാരിൽ ഒരാൾ സുരേന്ദ്രൻ. മൂലക്കിരുത്തി അവരുടെ സ്ഥാനങ്ങളും അവരുടെ വളർച്ചയും തടഞ്ഞിട്ടുള്ള ഒരു നേതാവാണ് സുരേന്ദ്രനുള്ള വിരോധം തീർക്കാനെങ്കിലും പ്രാവശ്യം അവിടുത്തെ സാധാരണ BJP പ്രവർത്തകർ ശോഭേച്ചിക്ക് വോട്ട് ചെയ്യും. നമ്മൾ ശോഭേച്ചി എന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പം ഇതാണ് പാലക്കാട് ട്രെൻഡ്. നമ്മൾ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം എന്താണെന്ന് നോക്കി പറയാമോ? അല്ല, കഴിഞ്ഞ മെയിനായിട്ട് നോക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ 6214 വോട്ടിന് ഭൂരിപക്ഷമുള്ളൂ UDFന്. അത് മൊത്തം പാലക്കാട്. പിന്നെ രണ്ടാമത് 3 വട്ടം നഗരസഭ BJPയുടെ കണ്ടിന്യൂസ് ആയിട്ട് കസ്റ്റഡിയിലിരിക്കുക. മൂന്നാമത്തെ ടൈം പ്രാവശ്യം കുറഞ്ഞു അവർക്ക്. അല്ല, കുറഞ്ഞെങ്കിൽ പോലും അതവിടെ BJPയും CPMഉം ഒരേപോലെ താഴേക്ക് പോയി. പിന്നെ അതിലും മറക്കേണ്ടാത്ത കാര്യം, ഇവർ കോൺഗ്രസിൻ്റെ അഭിമാനം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അവിടെ ബിൽഡപ്പ് ചെയ്ത് രണ്ടാമത് ബിൽഡപ്പ് ചെയ്തുകൊണ്ടുള്ള ഷാഫി പറമ്പിൽ മാങ്കൂട്ടം കൂട്ടുകെട്ടാണ്. അതൊരു ഡൊമിനൻ്റ് ഫോഴ്സായി. പക്ഷെ ആ കൂട്ടുകെട്ടിൻ്റെ സ്വാധീനം ഭയങ്കരമായി തകർന്നു. അല്ല, ഷാഫി പറമ്പിൽ അവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നടത്തിയിട്ടുള്ള നന്നായി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഒരു റാലി, റോഡ് ഷോ ഒക്കെ നടത്തിയത് വലിയ വിജയം തന്നെയാണ്. ഷാഫി പറമ്പിൽ ഏതെങ്കിലും തരത്തിൽ അട്ടിമറിച്ചാൽ മാത്രമേ ഇനി എന്തെങ്കിലും തരത്തിൽ അവിടെ ശോഭാ സുരേന്ദ്രന്റെ പരാജയം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. ഷാഫി പറമ്പിൽ അവിടെ ഇറങ്ങിയിട്ട് മുസ്ലിം വോട്ട് കംപ്ലീറ്റ് ഒറ്റയടിക്ക് കയറ്റിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായി തീരും. ശോഭാ സുരേന്ദ്രൻ 48,000-ഓളം മുസ്ലിംസ് ഉണ്ട്. പക്ഷെ അത് ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം CPM അവിടെ അട്ടിമറിക്കാനുള്ള എല്ലാ CPMൻ്റെ വോട്ട്, CPM മുസ്ലിം വോട്ട് അവിടെ ഭിന്നിപ്പിക്കും, മുസ്ലിം സ്ഥാനാർത്ഥിയായതുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അടുത്തത് ലോക്സഭാ ഇലക്ഷനിലോ, ലോക്സഭ 9707 9707 വോട്ടിന്റെ ഭൂരിപക്ഷം നമ്മൾ VK ശ്രീകണ്ഠൻ അവിടെ കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പത്തെ നിയമസഭാ ഇലക്ഷന് 18,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം അവിടെ ചെന്ന് ഇറങ്ങി നന്നായിട്ട് പ്രവർത്തിച്ചാൽ ചിലപ്പോൾ ഒരു മാറ്റങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുയായികൾ നടത്തിയേക്കാം. ലാസ്റ്റ് അയാൾ ഇറങ്ങുമെന്നാണ് കേൾക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ അവിടെ ഒരു പിക്ചർ ജനങ്ങളുടെ മനസ്സിലുണ്ടായി, ഇവർ ജയിക്കാൻ പോകുന്നൊരു സ്ഥാനാർത്ഥി എന്നുള്ള വേറൊരു കാര്യം കൊണ്ട് അവർ എല്ലാ സമയം തോൽപ്പിക്കുന്നു. ഇങ്ങനെ നേതാക്കന്മാർ തന്നെ പലതരത്തിൽ ആ തോൽപ്പിച്ച് അവരെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു സഹതാപ തരംഗം അവർക്കുണ്ട്. ആ സഹതാപ തരംഗം അവർ നമുക്ക് ആലപ്പുഴ കൊണ്ടു നിർത്തി, അവിടുന്ന് മാറ്റി ഇപ്പം ഇവിടെ കൊണ്ടാക്കി. പിന്നെ ആറ്റിങ്ങൽ കൊണ്ട് നിർത്തി അവിടെ അങ്ങോട്ടാക്കി. ആദ്യം പാലക്കാട് കൊണ്ട് നിർത്തി ആറ്റിങ്ങലേക്ക് മാറ്റി, പിന്നെ കഴക്കൂട്ടത്തിട്ടു. ഇങ്ങനെ വട്ടം കറക്കിയായിരുന്നു ശോഭാ സുരേന്ദ്രനെ. അല്ല, അത് BJP ഇന്ന് കേരളത്തിൽ വനിതാ നേതാക്കന്മാരിൽ ഇത്രയും ജനസ്വാധീനമുള്ള ഒരു നേതാവ്, ജനക്കൂട്ടം, ക്രൗഡ് പുള്ളർ രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് അവിടെ BJPയിൽ ഒരുത്തനും ഇല്ല എന്നുള്ളതാണ് സത്യം. PP ദേവിയുണ്ട്. ശ്രീശന്റെ അടിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, ശോഭ എന്റെ മോളവിടെ വിജയിക്കുന്ന മോളെന്നാണ് പറഞ്ഞത്. എന്റെ മോളവിടെ വിജയിക്കും എന്ന് പറഞ്ഞത്. കാരണം ശോഭയെ അത്രയും ആദരവ്, ഒരു വിമതനായ ശ്രീശൻ അടിയാട്ട് പോലും പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമെന്നാണ് പ്രവചിക്കുന്നത്. നമുക്ക് എന്തായാലും കാത്തിരിക്കാവുന്ന ഒരു കാര്യമാണ്. അതിനിടയിൽ ഒരു കോൺഗ്രസ് കൗൺസിലർ അവിടെ ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ തന്നെ ഇടിവെട്ടത്തിന് പാമ്പ് കടിച്ചു എന്നുള്ള രൂപത്തിലാണ് അവിടെ കോൺഗ്രസ് നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ആകെ കത്തി നിൽക്കുകയാണ്. പണ്ടേ ദുർബല എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ ഇടിവെട്ടേറ്റിന്റെ പാമ്പ് കടിച്ചു എന്നുള്ളത് പോലെയാണ് ഇപ്പൊ കോൺഗ്രസിന് ഒരു കൗൺസിലർ, ഒരു വനിതാ നേതാവിനെ CPM സ്ഥാനാർത്ഥി വേണോ ഇവിടെ ശോഭാ സുരേന്ദ്രൻ വേണോ എന്നൊരു തർക്കം വന്നു കഴിഞ്ഞാൽ
ഒരു കോൺഗ്രസ് ജയിക്കില്ല എന്നുള്ള ഘട്ടത്തിൽ ചിലപ്പോൾ കോൺഗ്രസ്സുകാരന്മാരെ ചിലപ്പോൾ ശോഭയ്ക്ക് മാറ്റിക്കൊടുക്കും. ബി ജെ പിക്ക് അല്ല, ഈ കൗൺസിലറുടെ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. അവനെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ളതോട് കൂടിയിട്ട് അവനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്നാലും പാലക്കാട് വേറെ മാറ്റമുണ്ടാക്കാൻ സാധ്യതയില്ല. ശോഭാ സുരേന്ദ്രന് വിജയിക്കാൻ സാധ്യത എല്ലാ കേരളത്തിലും. ഞാനൊന്നുകൂടെ ഒരു വാദം കൂടെ ചേർത്ത് കണ്ടുപിടിക്കട്ടെ. ശോഭാ സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവ് വന്നാൽ അത്ഭുതപ്പെടേണ്ട. അങ്ങനെയും വരാം. കാരണം 139 സീറ്റിലും UDF വിജയിച്ച് കയറാൻ സാധ്യതയുണ്ടെന്നുള്ള ഏറ്റവും പുതിയ സർവേ പുറത്തു വന്നിരിക്കുകയാണ്. 140 സീറ്റിൽ പോലും UDF വിജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. നേരത്തെ 3 സീറ്റ് BJP ജയിക്കുന്ന പറഞ്ഞത് 1 സീറ്റ് ജയിക്കുന്നതാണ് പറഞ്ഞത്. അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായിട്ട് ശോഭാ സുരേന്ദ്രൻ നിയമസഭയെ വിറപ്പിക്കാനായി ശോഭാ സുരേന്ദ്രൻ ഒറ്റയ്ക്ക് വരാം. മുമ്പ് രാജഗോപാൽ വന്ന പിണറായി കണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ശോഭാ സുരേന്ദ്രൻ അങ്ങനത്തെ ഒന്നുമില്ല. പിണറായി വിജയനെ നേരിട്ട് നോക്കി വിറപ്പിക്കുന്ന, ധർമ്മടത്തും അതേപോലെ മട്ടന്നൂർ പോയി വിറപ്പിക്കുന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അവർക്കൊരു പുല്ല് വിലയാണ് ആർക്ക്? പിണറായി വിജയനെ. അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രൻ നിയമസഭയിൽ ഒറ്റയ്ക്കായിരിക്കുമോ, വേറെ 130 പേരും UDF ആയിരിക്കുമോ എന്നുള്ളതാണ്. പക്ഷെ വിറപ്പിക്കാൻ പിണറായി കാണില്ലല്ലോ. അങ്ങനെയും ഉണ്ട്, അതും ഉണ്ട്. പക്ഷെ പിണറായി വിജയിക്കണേന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം അങ്ങനെ അവിടെ വന്ന് ഇരിക്കണം ഇനിയുള്ള കാലം കാണാൻ. കാരണം നമ്മളെ KK രമ അവിടെ നിന്ന് ജയിച്ച് മന്ത്രിയാവുമ്പോ കാണാൻ വേണം. കാണാൻ പോണ പൂരങ്ങളിൽ ഒന്നായിരിക്കത്. KK രമ മന്ത്രിയായിട്ട് വിലസുമ്പോൾ, കൊടിവെച്ച കാറിൽ വിലസുമ്പോൾ പിണറായി വിജയൻ നോക്കി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അതിനുമ്പ് പിണറായി വിജയൻ അമേരിക്കയിൽ പോകാനാണ് സാധ്യത.